അല്ല നമുക്കിത് തുടങ്ങാം. IFFK ഏറ്റവും മനോഹരമായ ഒരു അനുഭവമായി മാറുകയാണ് ഇക്കുറി. 29ാമത് IFFK ദൃശ്യവിസ്മയം തീർക്കുക എന്നുള്ളതാണ് ചലച്ചിത്ര അക്കാദമിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അക്കാദമിയുടെ ഓരോ പ്രവർത്തകരും വളരെ സജീവമായി ദിവസങ്ങളായി പ്രവർത്തിക്കുകയാണ്, ചെയർമാന്റെ സെക്രട്ടറിയുടെ എല്ലാം നേതൃത്വത്തിൽ. അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഓരോ അക്കാദമിയുടെ അംഗങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ സിനിമകൾ ഏറ്റവും നല്ല സൗകര്യത്തോടുകൂടി മനസമാധാനത്തോടുകൂടി ആസ്വദിക്കാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഉൾപ്പെടെയുള്ള തിയേറ്ററുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ജനറൽ കൗൺസിൽ മെമ്പേഴ്സ് ആണ്, അപ്പൊ പിന്നെ ഇതിനോട് തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ താല്പര്യം ഉണ്ടാകും എന്നുള്ളത് സ്പഷ്ടമാണല്ലോ. ഞാൻ ആദ്യം IFFK വരുന്നത് 2006 സമയത്താണ്. അന്നേരം ഞാൻ ലോ അക്കാദമി വിദ്യാർത്ഥിയാണ്, തിരുവനന്തപുരത്ത് ലോ അക്കാദമിയിലെ വിദ്യാർത്ഥിയാണ്. പിന്നെ എല്ലാ വർഷങ്ങളിലൊന്നും ഇല്ലെങ്കിലും മിക്കവാറും വർഷങ്ങളിലൊക്കെ വരാറുണ്ട്. മുഴുവൻ സമയം നിന്ന് കണ്ടത് 2013 എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. കുറെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഞങ്ങളൊരു ടൂർ പ്രോഗ്രാം പോലെ ആയിരുന്നു. ഇവിടെ നിന്ന് മറ്റു പല സ്ഥലങ്ങളിലേക്കൊക്കെ ഇറങ്ങി. അതൊരു അനുഭവമായിരുന്നു. 2013 കൊല്ലാകുമ്പോൾ ഇവരൊക്കെ പിന്നെ ഞങ്ങൾ ഇവരെയൊക്കെ പരിചയപ്പെടുന്ന ശരിക്കും പറഞ്ഞ ഫെസ്റ്റിവലിലൊക്കെ വഴിയാന്ന് തോന്നുന്നു. ഗെറ്റ് ടുഗദർ പോലെയാണ് ഒരു പരിചയം. കുറെ സുഹൃത്തുക്കളെ കാണാൻ പറ്റും. ഒത്തുകൂടും. ഇപ്പൊ ഈ ഫെസ്റ്റിവലിലെ കഴിഞ്ഞ ഫെസ്റ്റിവലിന് തൊട്ട് ആണ് നമ്മൾ ഒത്തുകൂടിയത്. ഞങ്ങളുടെ ടീം ഒരുമിച്ച് ഉണ്ടായത്. പക്ഷെ കഴിഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി വളരെയേറെ ഒരുപാട് മുന്നേറ്റം ഉണ്ടായി ഈ ഫെസ്റ്റിവലിന്. അതൊരു വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ 177 സിനിമകളുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ചയും നമ്മുടെ ഉത്സവമേളമാണ്. അപ്പോൾ ഇപ്പം തന്നെ കണ്ടിട്ടില്ല, ഇത്രയും പ്രേക്ഷകരുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ചയും ഇത് പാക്ഡാണ്. ഈ ടാഗോർ തിയേറ്റർ എന്ന് പറയുന്ന വലിയൊരു ഈ ഉത്സവ അന്തരീക്ഷമാണ്. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് മറ്റ് തിയേറ്ററുകളിലൊക്കെ ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരാഴ്ചയും നമ്മുടെ ഈ ഉത്സവമേള നമുക്ക് കൊണ്ടാടാം അല്ലേ? എന്ത് പറയുന്നത്? അല്ല, മനോജന്റെ അഭിനയിച്ച സിനിമയുണ്ട്, സംവിധാനം ചെയ്ത സിനിമയില്ല, പക്ഷെ അഭിനയിച്ച സിനിമയുണ്ട്. നാളെ 15 ഇവിടെ കാണിക്കുന്നു. അപ്പൊ അതിനെ കുറിച്ച് രണ്ടു പേർക്ക് പറയാമല്ലോ. തീർച്ചയായിട്ടും അത് സംഘർഷ ഘടന എന്നാണ് അതിന്റെ പേര്. അത് കൃഷാന്താണ് ഡയറക്ട് ചെയ്തത്. മനസ്സിലല്ല, മലയാള സിനിമയ്ക്കുണ്ട്. കൃഷാന്ത് ഡയറക്ട് ചെയ്ത്. കൃഷാന്ത് നമ്മുടെ പുരുഷപ്രേതം ആവാസവ്യൂഹമൊക്കെ ചെയ്തു. എന്തായാലും സന്തോഷം. ശരി, കാണാൻ ഉണ്ടാവുമല്ലോ.